വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇറാൻ വലിയ ആക്രമണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ 18 വ്യോമത്താവളങ്ങൾ ഇറാൻ അടിച്ച് തകർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അടിച്ച് തകർത്തു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അത് അടിച്ച് തകർക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പാട്രിയറ്റ് സംവിധാനങ്ങളും കുവൈറ്റിലെ അമേരിക്കയുടെ റഡാർ സംവിധാനങ്ങളും എല്ലാം ഇറാന്റെ അടുത്തതായി തകർക്കാൻ ഇറാൻ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഹോർമൂസ് വീണ്ടും സമ്പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. സ്വർണ്ണവില കൂപ്പുകുത്തിയിരിക്കുകയാണ്. വെള്ളി വിലയും കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഓഹരി വിപണി ഇടിഞ്ഞു. ക്രൂഡ് ഓയിലിന് ബാരലിന് വില കൂടി. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം സ്വർണ്ണ വ്യാപാരികൾ ഒന്നടങ്കം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്വർണത്തിൽ കയറി പിടിക്കുകയാണെങ്കിൽ രാജ്യം നശിക്കും. അതായത് സ്വർണം മേടിക്കരുതെന്ന ആൾക്കാരോട് പറയുന്നു, ഇനിയും അതിൽ താങ്കൾ കൈവയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ഒരു ഡീഡോളറൈസേഷന് ഉതകില്ല, അത് വലിയ രീതിയിൽ രാജ്യത്തെ പ്രതിസന്ധിയിൽ കൊണ്ടുപോകും എന്നാണ് സ്വർണ്ണ വ്യാപാരികൾ പറയുന്നത്. ഇറാനും അമേരിക്കയും ആക്രമണം തുടങ്ങുന്ന സമയത്തെല്ലാം അത് ബാധിക്കുന്ന ഒരു ലോഹം എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. ഇപ്പോഴിതാ ഇറാനിയൻ ആക്രമണത്തെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച വ്യോമാതിർത്തി കുവൈറ്റ് വീണ്ടും തുറന്നിരിക്കുകയാണ്. സ്വയം പ്രതിരോധമായി US സെൻട്രോം ഇറാനെതിരായിട്ടുള്ള അവരുടെ ആക്രമണങ്ങളെ ചിത്രീകരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ട്രംപ് കഴിഞ്ഞ ദിവസം രാത്രി പറഞ്ഞത് ഇറാനെതിരെ ഞങ്ങൾ ഇതാ ഫ്രഷ് അറ്റാക്ക് റെസ്യൂം ചെയ്യാൻ പോവുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഫ്രഷ് അറ്റാക്ക് റെസ്യൂം ചെയ്തു. അതോടുകൂടി ഹോർമൂസ് കടലിടുക്ക് അടച്ചു. എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെയുള്ള എല്ലാ ഗതാഗതങ്ങളും അവസാനിപ്പിച്ചതായി ഇപ്പോൾ അവർ പറയുന്നുണ്ട്. ഇനി ട്രംപിന്റെ ഫ്രഷ് ഭീഷണി വന്നിരിക്കുന്നത്, സമാധാന കരാറിൽ ഇറാൻ ഉടൻ ഒപ്പിട്ടില്ലെങ്കിൽ ഇനി ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ ആക്രമിക്കാൻ ഉത്തരവ് നൽകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാൻ പശ്ചിമേഷ്യയിലെ വഴക്കാളിയാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അതിനിടയിൽ വേറൊരു വാർത്ത വരുന്നത്, ഈ ഒമാൻ തീരത്ത് നമ്മളൊരു കപ്പല് അത് ആക്രമിച്ചിട്ടുണ്ട്. 21 നാവികരായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അപ്പൊ ഇന്ത്യ വലിയ രീതിയിൽ അമേരിക്കയോട് ആക്രോശിച്ച് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരെ കാണാനില്ല, അത് അവരെവിടെ പോയെന്ന് കണ്ടുപിടിക്കണം, ഞങ്ങള് മരിച്ചു. അതിനുശേഷം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നു. ഇപ്പൊ അവര് മരിച്ചു. അപ്പൊ അവരുടെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബഹ്റൈനിലെ US നാവികസേനയുടെ 5ാം കപ്പൽ പടയ്ക്ക് നേരെ ഇപ്പൊ റവല്യൂഷണറി ഗാർഡ് ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതായത് മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ജോർദാനിലേക്ക് വരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പ്രവാസികളൊക്കെ വളരെയധികം വിഷമത്തിലാണെന്നല്ല, അവരുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാത്തൊരു വലിയ വിഷയം. അത് വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ പ്രവാസികൾ ഇത്ര നാളായിട്ട് എങ്ങനെ പിടിച്ചു, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിസന്ധിയിലാണ്, അവരെങ്ങനെ പിടിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ ദുഷ്കരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവും തർക്കവും ഒന്നുമില്ല. ഇത് അവസാനിക്കില്ലേ? അല്ല, ഇതിപ്പം ട്രംപ് രണ്ടും കൽപ്പിച്ചിട്ട് കരാർ ഒപ്പിടുക എന്നുള്ള ഒറ്റ ഡിമാൻഡിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ചർച്ചയില്ലല്ലോ, കരാർ ഒപ്പിടുക, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ അടി നടക്കുന്നത്, ഈ പ്രഷർ മാക്സിമം കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ധനുഷ് പറഞ്ഞത് 18 ഇടങ്ങളില അമേരിക്ക 18 വ്യോമത്താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടക്കുക. അതിൽ ജോർദാനൊക്കെ ആക്രമണം. ആ ആക്രമിക്കുന്ന ഇപ്പൊ അവര് ചെയ്യുന്നത് എല്ലാ ആക്രമണവും ഷാഹിദ് എന്ന് പറയുന്ന ഇവിടെ ഒരു സീരീസ് ഉണ്ട്, മിസൈൽ സീരീസ്. അതായത് വളരെ റേഞ്ച് കൂടിയതും മാരകവുമായ മിസൈൽ ഗ്രൂപ്പാണ്. നമ്മുടെ ഈ അഗ്നി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഈ ഷാഹിദ് 371 അങ്ങനെയൊക്കെ ഉള്ള ഓരോ നമ്പർ ഉണ്ട്. ഈ അതിന് കോമൺ അങ്ങനെയാണ് പറയുന്നത്. അത്തരം മിസൈലുകൾ മുമ്പ് അവര് വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു ഇറാൻ, മുമ്പ് ഞങ്ങളുടെ ഇത്ര ഉണ്ട്, ഇങ്ങനത്തെ മിസൈലുകളുണ്ട്. പക്ഷെ ഇപ്പോഴത് പ്രയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അറ്റാക്ക് നടത്തിയത് ഈ അമേരിക്കയുടെ വാർഷിപ്പിനെ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത് ഈ മിസൈലായിരുന്നു. അപ്പൊ ഈ മിസൈൽ കൂടി അവരിപ്പോ കളത്തിൽ ഇറക്കിയിട്ടുണ്ട്. നേരത്തെ അവർ ഡ്രോണും പരിമിതമായ മിസൈലുകൾ മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടെ തീവ്രമായ മിസൈൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കൂടുതലും അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമൊക്കെ തകരാൻ ഒരു ഇടയാകുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കേൾക്കുന്ന ഒരു വാർത്ത, കുവൈറ്റ് അടക്കമുള്ളിടത്തെ വ്യോമപാത അടച്ചിരിക്കുന്നു. വ്യോമപാത അടച്ചു. ഇപ്പൊ വീണ്ടും ആ പഴയ പോലെ തന്നെ വ്യോമപാത അടച്ചിരിക്കുന്നു. ഇറാന്റെ വ്യോമപാത 2 ദിവസം മുമ്പ് അടച്ചിരുന്നതാണ്. ഇറാനിലുള്ള എല്ലാ ഇന്ത്യക്കാരും എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്ന് നമ്മുടെ രാജ്യം വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആകപ്പാടെ നിൽക്കുന്ന കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്തവണ ഇറാന്റെ തിരിച്ചടി കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തിരിച്ചടിയാണ്. അതായത് നേരത്തെ പോലെ എവിടെങ്കിലുമൊക്കെ വാരി വലിച്ചിട്ടുള്ള ഒരു ഇതല്ല അവർ ചെയ്യുന്നത്. അവർ കൃത്യമായി തന്നെ ഹോർമിസ് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തിട്ട് അവർ കുവൈറ്റിലും ബഹ്റിനിലും അടക്കം അവര് ഈ അമേരിക്കയുടെ വ്യോമത്താവളങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമിക്കുന്നത്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. അവിടുത്തെ ചില ആൾപ്പാർക്കുള്ള ഫ്ളാറ്റുകളിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടതാണ്, UAE-യിലും മറ്റുമൊക്കെ അവർ അത്തരത്തിൽ അടിക്കുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയില്ല, കൃത്യമായി തന്നെ അത് എണ്ണം പറഞ്ഞുകൊണ്ടുള്ള അടി. അത് മാത്രമല്ല, കുറച്ചുകൂടെ മാറിക്കൊണ്ട് ഈ ജോർദാൻ ഭാഗത്തേക്ക്, ജോർദാൻ ഇപ്പോൾ അവിടുത്തെ ജനങ്ങളോട് ഷെൽട്ടറുകളിൽ പൊക്കോളാനായിട്ടൊരു നിർദ്ദേശം ഇപ്പോൾ പുതിയതായിട്ട് കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരു മേഖലയിലേക്ക് മാറണം അവിടുത്തെ ജനങ്ങൾ എന്നൊരു നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്നു കാര്യങ്ങൾ. ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഹോർമുസ് അടയ്ക്കുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ലോകം സ്തംഭിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യുദ്ധം ഒരു വഴിക്ക് നടക്കുന്നു, ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ വാർ ഒരു വഴിക്ക് നടക്കുന്നു. പക്ഷെ ആ വാറിനപ്പുറത്തേക്ക് ലോകം സ്തംഭിക്കുകയാണ്. അതായത് അതുവഴി ഇനി ഒരു കപ്പലിന് പോലും അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് വരാനോ കഴിയാത്തൊരു സാഹചര്യം വന്നു കഴിയുമ്പോൾ അവിടെ നിന്നുള്ള മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണയുടെ ഒരു വരവ് ഏതാണ്ടൊക്കെ നിന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പൊ നമ്മള് UAE-യുമായിട്ട് ഒമാനുമായിട്ടൊക്കെ ഒരുപാട് കരാറൊക്കെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ പോലും അതിവിടെ എത്തുക എന്നുള്ളൊരു വലിയ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അതായത് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു വലിയ വിഷയം ഇന്ധന പ്രതിസന്ധി ഉണ്ടാകുമോ എന്നൊരു സാധ്യതകളിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമ്മളിപ്പോൾ ഈ 40-42 രാജ്യങ്ങളിൽ നമ്മൾ എണ്ണ എത്തിക്കുന്നുണ്ടെങ്കിലും ഈ ദൂരെ നിന്നുള്ള എണ്ണ എത്തിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ചെലവ് ഭയങ്കരമാണ്. ആ ചെലവ് താങ്ങാൻ കഴിയുന്നില്ല. അപ്പൊ സ്വാഭാവികമായി വില കൂട്ടി തന്നെ കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് മുമ്പ് വളരെ എളുപ്പത്തിൽ കിട്ടിക്കൊണ്ടിരുന്നിടത്തൊന്നും അല്ല ഇപ്പൊ എണ്ണ വരുന്നത്. അതിന്റെ ഒരു വിഷയങ്ങളും കൂടെ ഉണ്ട്. ഏതായാലും നമ്മൾ കരുതിയിടത്തല്ല, വീണ്ടും അത് യുദ്ധത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു പ്രഷർ കൊടുക്കാനാണ്. കാരണം ട്രംപിന് ഇതിന് നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമേ ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇതിലൊരു ബ്രേക്ക്, അതായത് ഇവിടെ നിങ്ങൾ കരാർ ഒപ്പിടുകയാണ്. പക്ഷെ ഇറാനെ സംബന്ധിച്ച് കരാർ ഒപ്പിടുന്നതിന് യാതൊരു ലക്ഷണങ്ങളും ഇല്ല. കാരണം അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഡിമാൻഡുകൾ ഒന്ന് ലെബനനിലുള്ള ആക്രമണം നിർത്തുക, അതിപ്പോൾ നിർത്തിയിരിക്കുന്നു. ഇസ്രായേൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു. പക്ഷെ അവരുടെ പിന്നെയും അവരുടെ ഡിമാൻഡുകളുണ്ട്. അവരുടെ തടഞ്ഞു വെക്കപ്പെട്ട അവരുടെ സ്വത്തുക്കൾ, ലോകമെമ്പാടുമുള്ള സ്വത്തുക്കൾ, ആ സ്വത്തുക്കൾ കുറച്ചെങ്കിലും തരിക എന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ ഒരു ഡിമാൻഡ്. ഈ ഡിമാൻഡുകളെല്ലാം പോകുന്നു. പക്ഷെ ഇത് ട്രംപ്, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നത്, ട്രംപ് ഇറാനും കൂടെ ഒത്തുകളിക്കുകയാണ് എന്നൊരു ആരോപണം ഇസ്രായേലിലെ ചില മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇസ്രായേല് ഈ പെന്റഗണിലടക്കം ഈ വിവരങ്ങൾ ചോർത്തുന്നു എന്നൊരു വാർത്തയും ഇതിനോട് നമ്മൾ 2 ദിവസം മുമ്പ് ആ വാർത്ത കൊടുത്തിരുന്നു, ന്യൂസ് ഇന്ത്യ വാർത്ത കൊടുത്തിരുന്നു. ഒരാഴ്ചക്ക് മുമ്പ് മറ്റാണ് കൊടുത്തിരുന്നത്. പെന്റഗണിലും രക്ഷയില്ല, മൊസാദ് ചോർത്തുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പം അവിടുന്ന് ഇങ്ങനെ അവർക്കൊരു ഡൗട്ട്, ഇവർ തമ്മിൽ എന്തെങ്കിലും ഒത്തുകളി ഉണ്ടോ ഇതിനകത്ത്. കാരണം ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന് ഈ എണ്ണയിലായിരിക്കുമല്ലോ നോട്ടം. പക്ഷെ ഇന്നലെയൊക്കെ അവർ ഇറാനിൽ ആക്രമിച്ചതെല്ലാം തന്നെ തുറമുഖങ്ങളായിരുന്നു. അപ്പൊ ആ തുറമുഖങ്ങൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന് പട്ടിണിക്കിടാൻ അത് മതിയാവും. കാരണം ഒരു രാജ്യത്തേക്കുള്ള ചരക്കുകൾ എത്തുന്നില്ല, ചരക്കുകൾ അകത്തോട്ടും വരുന്നില്ല, പുറത്തോട്ടും പോകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കഞ്ഞുകുടി മുട്ടിക്കുക എന്നുള്ളതാണ് അതിനകത്തെ ഒരു ഇത്. ഇനിയിപ്പോ ഊർജ്ജ പ്രതിസന്ധി, ഇറാന്റെ കാര്യം മാത്രമല്ല, ലോകത്തിന്റെ തന്നെ ഊർജ്ജം ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇത് കിട്ടാതെ ആകുന്നിടത്തോളം കാലം ഇത് എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. പക്ഷെ ഇന്ത്യ ത്വരിതഗതിയിലുള്ള ചില നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ യുദ്ധത്തിന്റെ 2ാം ഘട്ടം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 1ാം ഘട്ടം ആ വെടിനിർത്തലിന് മുമ്പായിരുന്നു. ഇപ്പൊ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കൃത്യതയാകുന്ന ഒരു ആക്രമണം. ഇറാൻ ഒട്ടും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല, തങ്ങൾ പോകില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ആകുന്നത്. ഇത് മുമ്പ് ആരോപണമായി നിലനിന്ന റഷ്യയും ചൈനയും ഉത്തര കൊറിയ ഒക്കെ ഇവർക്ക് ബാക്ക് ചെയ്യുന്നുണ്ടെന്നായിരുന്നു. ഇപ്പോൾ അത് ആരോപണമല്ല, ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം ഇത് വളരെ ശക്തമായി തന്നെ ഇറാൻ വളരെ വേഗത്തിൽ, വളരെ മറ്റിടങ്ങൾ GCC കൺട്രികൾക്ക് അപ്പുറത്തും ഒക്കെ അവര് ആക്രമിക്കാൻ തയ്യാറെടുക്കില്ല, ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇറാൻ ഒട്ടും 1 ഇഞ്ച് പോലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ. അതുകൊണ്ട് തന്നെ ഈ വാർ എങ്ങനെ ആയിത്തീരും എന്നുള്ള കാര്യം, കാരണം ഈ വാർ കൊണ്ട് ലോകം ഒരു സ്തംഭനത്തിലേക്കാണ് നീങ്ങുന്നത്. അതാണ് ഏറ്റവും വലിയ, നമ്മുടെ പ്രവാസികളായ 1 കോടി പേർ ഇന്ത്യക്കാരുണ്ട് ഈ GCC-യിൽ. 1. 2, നമ്മുടെ പ്രധാനപ്പെട്ട വാതകം, ഗ്യാസ്, പിന്നെ അതുപോലെ തന്നെ ഈ ക്രൂഡ് ഓയിൽ, ഇതെല്ലാം സ്തംഭിക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അതായത് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മുമ്പോട്ട് ഉള്ള പോക്ക് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഈ മധ്യസ്ഥന്മാരെ കുറിച്ച് ഇപ്പൊ കേൾക്കുന്നതേ ഇല്ല. മുമ്പ് മധ്യസ്ഥ ചർച്ച ഉണ്ടായിരുന്നു. ഒമാനും ഖത്തറൊന്നും അല്ല, ഇപ്പൊ മധ്യസ്ഥനായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനാണ്. ഇപ്പൊ പൊടി പോലും ഇല്ല അതിന്റെ കേൾക്കാനായിട്ട്. ഇതാണ് ഇപ്പോഴത്തെ എന്റെ ഒരു പിക്ചർ. ഇതാണ്.